എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് SPC പരീക്ഷയുമായി ബന്ധപ്പെട്ട മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ SPCയുമായി ബന്ധപ്പെട്ട മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും പാർട്ട് 1 വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു വീഡിയോ നിങ്ങൾ ആരെങ്കിലും കാണാനായിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കാണണം, ശേഷം ഈ ഒരു വീഡിയോ കാണുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ആ കഴിഞ്ഞ ചോദ്യ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുമേ. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. റൈറ്റ് ട്രസ് കമാൻഡ് കിട്ടുമ്പോൾ റൈറ്റ് ഗൈഡിൻ്റെ പ്രവൃത്തി എന്താണ്? റൈറ്റ് ട്രസ് കമാൻഡ് കിട്ടുമ്പോൾ റൈറ്റ് ഗൈഡിൻ്റെ പ്രവൃത്തി എന്താണ്? ഓപ്ഷൻ എ വലത്തോട്ട് തിരിയുന്നു, അല്ലെങ്കിൽ ഇടത്തോട്ട് നീങ്ങുന്നു, ഒരു സ്റ്റെപ്പ് മുന്നിൽ കയറുന്നു, അല്ലെങ്കിൽ പ്രവൃത്തിയില്ല. ഏതായിരിക്കും ശരിയായ ഉത്തരം? ഓപ്ഷൻ ഡി ആണ് അല്ലേ. പ്രവൃത്തി ഇല്ല എന്നുള്ളതാണ്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ചോദ്യ പേപ്പറിൽ പറഞ്ഞു പോയ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, നോക്കി വെച്ചോണം. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ഡ്രസ് കമാൻഡ് കിട്ടുമ്പോൾ റൈറ്റ് ഗൈഡിൻ്റെ പ്രവൃത്തി ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ ചോദ്യമാണ്. SPC പദ്ധതിയുടെ ആദ്യ സംസ്ഥാന നോഡൽ ഓഫീസർ ആരായിരുന്നു? എന്താണ്? SPC പദ്ധതിയുടെ ആദ്യ സംസ്ഥാന നോഡൽ ഓഫീസർ ആരായിരുന്നു? ആരാണ് ആദ്യ സംസ്ഥാന നോഡൽ ഓഫീസർ നമ്മുടെ SPCയുടെ? ആരാണ്? ശ്രീ P. വിജയൻ IPS ആണ് അല്ലേ. ശ്രീ P. വിജയൻ IPS ആണ് SPC പദ്ധതിയുടെ ആദ്യ സംസ്ഥാന നോഡൽ ഓഫീസർ കേട്ടോ. ഇനി SPC പദ്ധതിയുടെ ആപ്തവാക്യം എന്താണ്? SPC പദ്ധതിയുടെ ആപ്തവാക്യം ഏതാണ് SPC പദ്ധതിയുടെ ആപ്തവാക്യം? ഇതും നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. വി ലേൺ ടു സേവ് എന്നുള്ളതാണ് അല്ലേ. വി ലേൺ ടു സേവ് എന്നുള്ളതാണ് SPC പദ്ധതിയുടെ ആപ്തവാക്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് പ്രയോജനകരമാവുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ ആ ഒരു ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അറിയിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ നാലാമത്തെ ചോദ്യം നോക്കിക്കേ. ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? സെപ്റ്റംബർ 16 അല്ലേ. സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനം എന്ന് പറയുന്നത്. സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനം എന്ന് പറയുന്നത്. അടുത്തത്, കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? 20 അല്ലേ. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം ഓപ്ഷൻ ഡി 20 ശരിയായ ഉത്തരം. ഇനി അടുത്തത് ആറാമത്തെ ചോദ്യം നോക്കിക്കേ. സഡൻ ഡെത്ത് എന്ന പദം ഏതു കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സഡൻ ഡെത്ത് എന്ന പദം ഏതു കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് കായിക ഇനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഫുട്ബോളുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടതാണ് സഡൻ ഡെത്ത് എന്ന് പറയുന്ന പദം. ഇനി താഴെ തന്നിരിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ഈ ട്രാഫിക് ചിഹ്നം? ഏതാണ്? റൗണ്ട് എബൌട്ട് ആണ് അല്ലേ. റൗണ്ട് എബൌട്ട് ആണ് താഴെ തന്നി. നോക്കിയാൽ എളുപ്പമുണ്ട് അല്ലേ. ഒരു ത്രികോണത്തിനുള്ളിൽ ഒരു റൗണ്ട് പോലെ ഇതെങ്ങനെ പോയിട്ടുണ്ടല്ലേ. അപ്പോൾ ഇത് ഓർത്ത് വെച്ചേക്കണം. അതേതാണ്? റൗണ്ട് എബൌട്ട് ആണ് കേട്ടോ. റൗണ്ട് എബൌട്ട് എന്ന് പറയുന്ന ട്രാഫിക് ചിഹ്നമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ആ ചിഹ്നമൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കണം. ഓക്കെ, അടുത്തത് SPC പദ്ധതിയിൽ സ്കൂൾ തലത്തിൽ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വിളിക്കുന്ന പേര് എന്താണ്? SPC പദ്ധതിയിൽ സ്കൂൾ തലത്തിൽ, പ്രത്യേകം ശ്രദ്ധിക്കണം, സ്കൂൾ തലത്തിൽ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വിളിക്കുന്ന പേര് എന്താണ്? ഡ്രിൽ ഇൻസ്ട്രക്ടർ എന്നാണ് അല്ലേ. ഡ്രിൽ ഇൻസ്ട്രക്ടർ എന്നാണ് നമ്മൾ SPC പദ്ധതിയിൽ സ്കൂൾ തലത്തിൽ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വിളിക്കുന്നത് അല്ലേ. ഇനി അടുത്ത 9ാമത്തെ ചോദ്യം നോക്കി. ദ സ്മോൾ ബ്ലിങ്കിങ് ലൈൻ ഓൺ ദ മോണിറ്റർ സ്ക്രീൻ ഈസ് കോൾഡ്? ഏതാണ്? നിങ്ങൾ IT ഒക്കെ പഠിക്കുന്ന കുട്ടികളാണല്ലോ. അപ്പോൾ എന്താ സ്മോൾ ബ്ലിങ്കിങ്? നമ്മുടെ മോണിറ്ററിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങനെ നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു സ്മോൾ ബ്ലിങ്കിങ് ലൈൻ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കും. ഒരു ലൈൻ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കും അല്ലേ. അതിന് പറയുന്ന പേരെന്താണ്? കഴ്സറാണ് അല്ലേ. കഴ്സറാണ് സ്മോൾ ബ്ലിങ്കിങ് ലൈൻ ഓൺ ദ മോണിറ്റർ സ്ക്രീൻ. അപ്പോൾ ഓർത്ത് വെച്ചോണം. ദ സ്മോൾ ബ്ലിങ്കിങ് ലൈൻ ഓൺ ദ മോണിറ്റർ സ്ക്രീൻ ഈസ് കോൾഡ് കഴ്സർ കേട്ടോ. ഇനി 10ാമത്തത്. ഹിമാചൽ പ്രദേശിന് വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര ഭരണ പ്രദേശം ഏതാണ്? ഹിമാചൽ പ്രദേശിന് വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര ഭരണ പ്രദേശം ഏതാണ്?
ലഡാക്ക് ആണല്ലേ. ഹിമാചൽ പ്രദേശിന് വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലഡാക്കാണ്. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. സെറിമണിയൽ പരേഡിൽ പരേഡ് ജനറൽ സലൂട്ട് എന്ന കമാൻഡിൽ വരുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. സെറിമണിയൽ പരേഡിൽ പരേഡ് ജനറൽ സലൂട്ട് എന്ന കമാൻഡിൽ ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. അതായത് 2IC സല്യൂട്ട് ചെയ്യുന്നു, പരേഡ് കമാൻഡർ സല്യൂട്ട് ചെയ്യുന്നു, പ്ലാറ്റൂൺ കമാൻഡർ സല്യൂട്ട് ചെയ്യുന്നു, ഇതെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ്. മേൽ പറഞ്ഞവരെല്ലാം സല്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ശരിയായ ഉത്തരം കേട്ടോ. അപ്പോൾ സെറിമണിയൽ പരേഡിൽ പരേഡ് ജനറൽ സല്യൂട്ട് എന്ന കമാൻഡിൽ ഇതെല്ലാം, അതായത് ഈ പറഞ്ഞവരെല്ലാവരും തന്നെ സല്യൂട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്തത് ഗ്രാമവികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്ന ഗ്രാമപഞ്ചായത്ത് തലവേദി. എന്താണ്? ഗ്രാമവികസന പ്രവർത്തനങ്ങളൊക്കെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്ന ഗ്രാമപഞ്ചായത്ത് തലവേദി അറിയപ്പെടുന്ന പേരെന്താണ്? ഏതാണ്? ഗ്രാമസഭ. നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും നമ്മുടെ ഗ്രാമങ്ങളെ ബേസ് അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്തെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പൊതുവായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന എവിടെയായിരിക്കും? ഗ്രാമസഭയിലായിരിക്കും അല്ലേ. അപ്പോൾ ഗ്രാമസഭയാണ് ആൻസർ. ഗ്രാമവികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്ത ആ പേര് തന്നെയുണ്ട്, ഗ്രാമവികസന പ്രവർത്തനങ്ങൾ. എവിടെയാണ് ചർച്ച ചെയ്യുന്നത്? ഗ്രാമസഭയിൽ. ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി 13ാമത്തത്. ഫോൾ ഇൻ ആയി നിൽക്കുന്ന പ്ലറ്റൂണിന് മൂവ് ടു ദ റൈറ്റ് ഇൻ 3 റൈറ്റ് ടേൺ കമാൻഡിൻ്റെ പ്രവൃത്തി എന്താണ്? ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയൊരു ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ ചോദ്യ പേപ്പറിൽ. ഏതാണ്? വലത്തോട്ട് തിരിഞ്ഞ് കാലുകൾ കൂട്ടിച്ചേർക്കുന്നു അല്ലേ. അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഫോൾ ഇൻ ആയി നിൽക്കുന്ന പ്ലറ്റൂണിന് മൂവ് ടു ദ റൈറ്റ് ഇൻ 3 റൈറ്റ് ടേൺ കമാൻഡിൻ്റെ പ്രവൃത്തി ഏതാണ്? വലത്തോട്ട് തിരിഞ്ഞ് കാലുകൾ കൂട്ടിച്ചേർക്കുന്നു എന്നുള്ളതാണ്. ഇനി 14ാമത്തെ. സ്ക്വാഡ് ഓപ്പൺ ഓർഡർ മാർച്ച് എന്ന കമാൻഡ് കിട്ടിയാൽ മിഡിൽ റാങ്കിൻ്റെ പ്രവൃത്തി എന്താണ്? ഇതും ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തു പോയതാണ് അല്ലേ. പ്രവൃത്തി ഇല്ല എന്നുള്ളത് അല്ലേ. സ്ക്വാഡ് ഓപ്പൺ ഓർഡർ മാർച്ച് എന്ന കമാൻഡ് കിട്ടിയാൽ മിഡിൽ റാങ്കിൻ്റെ പ്രവൃത്തി എന്താ? അവർക്ക് പ്രവൃത്തി ഇല്ല എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ഓൾറെഡി പറഞ്ഞു പോയ ക്വസ്റ്റ്യൻ ആണ്. SPC പദ്ധതി കേരളത്തിൽ ഔദ്യോഗികമായിട്ട് ആരംഭിച്ച വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, 2010 ആണ് അല്ലേ. 2010 SPC പദ്ധതി കേരളത്തിൽ ഔദ്യോഗികമായി ആരംഭിച്ച വർഷം. ഇനി 16. കുട്ടികളുടെ മാനസിക സംഘർഷങ്ങൾക്ക് പരിഹാരമായി കേരള പോലീസിൻ്റെയും SPCയുടെയും ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ടെലിഫോൺ കൗൺസിലിംഗ് പ്രോഗ്രാമിൻ്റെ പേരെന്താണ്? ചിരിച്ചോണ്ട് ആൻസർ പറഞ്ഞേ. ചിരിയാണല്ലേ. അപ്പോൾ കുട്ടികളുടെ മാനസിക സംഘർഷങ്ങൾക്ക് പരിഹാരമായിട്ട് കേരള പോലീസിൻ്റെയും SPCയുടെയും ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ടെലിഫോൺ കൗൺസിലിംഗ് പ്രോഗ്രാം ഏതാണ്? ചിരിയാണ് കേട്ടോ. ചിരിയാണ് അതിൻ്റെ ആൻസർ വരുന്നത്. അടുത്തത് 17ാമത്തെ ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. തെറ്റായ പ്രസ്താവനയാണ്. മാത്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 1 മീറ്റർ ഈസ് ഈക്വൽ ടു 1 മീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന തെറ്റായ പ്രസ്താവന താഴെ തന്നിരിക്കുന്നതിൻ്റെ അത് നോക്കിയിട്ട് തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കും. 1 മീറ്റർ ഈസ് ഈക്വൽ ടു 100 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, 1000 മില്ലിമീറ്റർ തന്നിട്ടുണ്ട്, 0.001 കിലോമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ 1 മീറ്റർ എന്ന് പറയുന്ന തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? 100 മില്ലിമീറ്റർ എന്ന് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഡി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി അടുത്തത് SPC ജില്ലാതല ഉപദേശക സമിതിയുടെ രക്ഷാധികാരി ആരാണ്? SPC ജില്ലാതലയാണ്. ജില്ലാതല ഉപദേശക സമിതിയുടെ രക്ഷാധികാരി ആരാണ്? ജില്ലാ കളക്ടറാണ് അല്ലേ. SPC ജില്ലാതല ഉപദേശക സമിതിയുടെ രക്ഷാധികാരി ആരാ? ജില്ലാ കളക്ടർ. പേര് തന്നെയുണ്ട്. ജില്ലാതല ഉപദേശക സമിതിയുടെ രക്ഷാധികാരി ചോദിച്ചു കഴിഞ്ഞാൽ ജില്ലാ കളക്ടറാണെന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. വൈദ്യുത ഉപകരണങ്ങൾ രേഖപ്പെടുത്തുന്ന 5 സ്റ്റാർ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഫ്രിഡ്ജ് വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാലും എല്ലാ ഇതിനകത്ത് എന്തായിരിക്കും 5 സ്റ്റാർ അല്ലെങ്കിൽ 4 സ്റ്റാർ എന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ സ്റ്റാർ, അതായത് 5 സ്റ്റാർ എന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. എന്തിനാണ് സൂചിപ്പിക്കുന്നത്? അതിൻ്റെ ഊർജ്ജക്ഷമതയാണ് അല്ലേ. അതിൻ്റെ ഊർജ്ജക്ഷമതയാണ് ഈ 5 സ്റ്റാർ എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പം ബി ഊർജ്ജക്ഷമതയാണ് ആൻസറായിട്ട് വരുന്നത്. ഇനി 20ാമത്തെ. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവന പരിശോധിച്ചിട്ട് തെറ്റായത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. തെറ്റായ പ്രസ്താവനയാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. നോക്കിയേ. സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റുകൾ ഫീൽഡ് ട്രിപ്പിൽ പങ്കെടുക്കുമ്പോൾ എല്ലാ കേഡറ്റുകളും ശരിയായി യൂണിഫോം ധരിച്ചിരിക്കണം അല്ലേ. ശരിയായിട്ടുള്ള പ്രസ്താവന അത്. അച്ചടക്കത്തോടെ സിംഗിൾ ലൈൻ ഓർ ഡബിൾ ലൈൻ ഫോർമേഷനിൽ മുന്നോട്ട് പോകണം. ശരിയാണ്. SPO DIമാരുടെ നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ അനുസരിക്കണം. ശരിയാണ്. അധ്യാപകർക്കുള്ളതിനാൽ ലീഡറിൻ്റെ ആവശ്യകത വരുന്നില്ലെന്ന്. ശരിയാണോ? അത് അല്ല അല്ലേ. തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ശരിയായിട്ടുള്ളത്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന പ്രസ്താവന വായിച്ചിട്ട്
നമ്മുടെ അതിനകത്ത് നിന്ന് എന്താ കണ്ടുപിടിക്കുക, തെറ്റായിട്ടുള്ള പ്രസ്താവന കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഡി ആണ് ശരി, തെറ്റായിട്ടുള്ള ആ ഒരു പ്രസ്താവന എന്ന് പറയുന്നത്. അടുത്തത് 21ാമത്തെ ചോദ്യമാണ്. ബ്രേക്ക് ഓഫ് പറയുമ്പോൾ കേഡറ്റുകൾ ഏത് ദിശയിലേക്കാണ് തിരിയേണ്ടത്? ഇത് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. എങ്ങോട്ടാണ്? വലതുവശത്തേക്കാണ് അല്ലേ. ബ്രേക്ക് ഓഫ് പറയുമ്പോൾ കേഡറ്റുകൾ ഏത് ദിശയിലേക്കാണ് തിരിയേണ്ടത്? വലതുവശത്തേക്കാണ്. ഇനി അടുത്തത്, വൈദ്യുത ആഘാതം നിമിത്തം പൾസ് നിലച്ചുപോയ ഒരു വ്യക്തിക്ക് പ്രഥമ ശുശ്രൂഷ എന്ന നിലയിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്ത് കാര്യമാണെന്ന്? എന്താ? CPR നൽകുക. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. CPR നൽകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ പ്രവൃത്തി എന്ന് പറയുന്നത്. ഇനി 23 നോക്കിയേ. ക്രോസ് കൺട്രിയിൽ ബ്ലൂ ഫ്ലാഗ് കണ്ടു കഴിഞ്ഞാൽ ബ്ലൂ ഫ്ലാഗ് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? സ്ട്രെയിറ്റ് ആയി പോകും അല്ലേ. സ്ട്രെയിറ്റ് ആയിട്ട് പോകും എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. എന്താണ്? ക്രോസ് കൺട്രിയിൽ ബ്ലൂ ഫ്ലാഗ് കണ്ടാൽ സ്ട്രെയിറ്റ് ആയി പോകും. ഇനി അടുത്ത നോക്കിക്കേ, നമുക്ക് എന്താ പറയുക, പൂരിപ്പിക്കാനുള്ളതാണ് കേട്ടോ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് അവിടെ തന്നിരിക്കുന്നത്. AZBYCX എളുപ്പമാണല്ലേ. അതിൽ നോക്കി ഫസ്റ്റ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ABC. അപ്പോൾ ഏതായിരിക്കും? D ആണ് ഇനി അടുത്തത് വരുന്നത്. ഇനി ഇവിടുത്തെ നോക്കിയേ, ZYX എന്നാണ്. അതായത് ABCDയിൽ നമ്മുടെ ലാസ്റ്റ് ഇസഡിൽ നിന്ന് പുറകോട്ട് എഴുതണം. അപ്പോൾ ഏതായിരിക്കും ആൻസർ വരുന്നത്? ഏതാണ്? C ആണ് അല്ലേ. അതായത് DW വരുന്നത്. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, ക്വസ്റ്റ്യൻ നോക്കിക്കേ. അതായത് ABCD നമ്മുടെ ആദ്യത്തെ കിട്ടി, D കിട്ടി അല്ലേ. ഇനി ഇവിടുന്ന് ZYX W. ഇനി ശരിയാണോ എന്ന് തിരിച്ചിങ്ങോട്ട് നോക്കിയേ. WXYZ അല്ലേ. അപ്പോൾ ഏതാ വരുന്നത്? DW. ഓപ്ഷൻ C ആണ് ശരിയായ ഉത്തരം. പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും. എല്ലാ ആസിഡുകളിലെയും പൊതുവായ ഘടകം ഏതാണ്? എല്ലാ ആസിഡിലും ഉണ്ടാകുന്ന പൊതുവായിട്ടുള്ള ഘടകം ഏതാണെന്ന്? ഏതാ വരുന്നത്? ഏതാ? ഹൈഡ്രജൻ അല്ലേ. ഹൈഡ്രജനാണ് എല്ലാ ആസിഡുകളിലും പൊതുവായിട്ടുള്ളൊരു ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ഹൈഡ്രജൻ ആണ് ശരിയായ ഉത്തരം. അടുത്തത്, ഡാഷ് പേസ് ഫോർവേഡ് മാർച്ച് എന്ന കമാൻഡിൽ പരമാവധി എത്ര പേസ് മുന്നോട്ട് നടക്കാൻ കമാൻഡ് നൽകാം? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 4 അല്ലേ. 4 പേസ് ഫോർവേഡ് മാർച്ചിൽ എത്രയാണ്? 4 ആണ് വരുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു പോയതാണിത് കേട്ടോ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് ആ ചോദ്യമൊക്കെ പറഞ്ഞു പോയതാണ്. പിന്നെ മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ഏത് അവയവത്തിനാണ്? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഏതിനാണ്? കരളിനാണ് അല്ലേ. ഓപ്ഷൻ C ആണ്. കരളിനെയാണ് നമ്മുടെ മഞ്ഞപ്പിത്തം ബാധിക്കുന്നത്. ഇനി അടുത്തത് 28ാമത്തെ ക്വസ്റ്റ്യന്, ഓപ്പൺ ഓർഡർ മാർച്ചിൽ നിൽക്കുമ്പോൾ ഫ്രണ്ട് റാങ്കും മിഡിൽ റാങ്കും തമ്മിൽ എത്ര പേസ് അകലം ഉണ്ടായിരിക്കണമെന്ന്? എത്രയാണ് വേണ്ടത്? എത്രയാണ്? 3 ആണ് അല്ലേ. 3 ആണ് ആൻസർ വരുന്നത്. അടുത്തത്, SPC പദ്ധതിയിൽ കേഡറ്റുകൾ ധരിക്കുന്ന തൊപ്പിയുടെ പേര്? ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയ ചോദ്യങ്ങൾ തന്നെയാണ് അല്ലേ. ഏതാണ്? ബരറ്റ് ക്യാപ്പ്. ഓപ്ഷൻ D ആണ് ശരിയായ ഉത്തരം. എ ഗുഡ് പരേഡ് ഡിപ്പെൻഡ്സ് ഓൺ എന്താ? ഡാഷ്. ഏതാ വരുന്നത്? ഏതാ? ഓൾ ഓഫ് ദീസ് വരും അല്ലേ. ഏതൊക്കെ വരും? എ ഗുഡ് പരേഡ് ഡിപ്പെൻഡ്സ് ഓൺ ഫിസിക്കൽ സ്ട്രെങ്ത്, ഡിസിപ്ലിൻ, ഗുഡ് വേർഡ്സ് ഓഫ് കമാൻഡ് അല്ലേ. ആ 3 കാര്യം അവിടെ ഓർത്ത് വെക്കുക. ഫിസിക്കൽ സ്ട്രെങ്ത്, ഗുഡ് വേർഡ്സ് ഓഫ് കമാൻഡ്, ഡിസിപ്ലിൻ കേട്ടോ. അപ്പോൾ ഗുഡ് പരേഡ് ഡിപ്പെൻഡ്സ് ഓൺ എന്ന് പറയുമ്പോഴത്തേനും 3ഉം ശരിയായതുകൊണ്ട്, 3 ഓപ്ഷൻസ് ശരിയായതുകൊണ്ട് ഓപ്ഷൻ D ആണ് ശരിയായ ഉത്തരം. ഇനി 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു കേഡറ്റ് അറ്റൻഷൻ പൊസിഷനിൽ നിൽക്കുമ്പോൾ കാൽപാദങ്ങൾക്കിടയിലെ കോണളവ് എത്രയാണ്? ഇത് നമ്മൾ പറഞ്ഞു പോയ ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ. ഏതാ വരുന്നത്? ഏതായിരുന്നു? 30 ഡിഗ്രി അല്ലേ. 30 ഡിഗ്രിയാണ് അറ്റൻഷൻ പൊസിഷൻ നിൽക്കുമ്പോൾ കാൽപാദങ്ങൾക്കിടയിലെ കോണളവ് എന്ന് പറയുന്നത്. നിലവിലെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? ആരാണ് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത്? ആരാണ്? ശ്രീ ധർമ്മേന്ദ്ര പ്രധാനാണ് അല്ലേ. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? ശ്രീ ധർമ്മേന്ദ്ര പ്രധാനാണ് അല്ലേ. അപ്പോൾ ഓർത്ത് വെക്കുക, നിലവിലെ ഇവിടെ ചോദിച്ചിരിക്കുന്ന കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് കേട്ടോ. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആണെങ്കിൽ ശ്രീ ധർമ്മേന്ദ്ര പ്രധാനാണെന്ന് ഓർത്ത് വെക്കുക. ഇനി ഇത്രയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ്.